വാർത്തകൾ നോക്കാം. ടോപ്പ് ഹെഡ്ലൈൻസ്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ. ഉത്തരമേഖല IG-ക്ക് റിപ്പോർട്ട് നൽകി DIG. അച്ചടക്ക നടപടി പുനഃപരിശോധിക്കണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശം. സസ്പെൻഷൻ ശുപാർശയിൽ സന്തുഷ്ടനല്ല, പോലീസുകാരെ പിരിച്ചുവിടണമെന്ന് സുജിത്. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരൻ ശശിധരന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ്. ഇന്ത്യ-അമേരിക്ക തർക്കത്തിൽ മഞ്ഞുരുക്കമെന്ന സൂചന. ഇന്ത്യക്കെതിരായ നിലപാട് മാറ്റി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയുമായി പ്രത്യേക ബന്ധം, മോദിയുമായി മികച്ച സൗഹൃദമെന്നും മോദി മികച്ച പ്രധാനമന്ത്രിയെന്നും ട്രംപ്. ട്രംപിന്റെ പരാമർശത്തെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം അവസാനിപ്പിച്ച സർക്കാർ. പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ടു. അന്വേഷണ സംഘത്തലവൻ SP സോജനെ വിജിലൻസിലേക്ക് സ്ഥലം മാറ്റി. കേസ് ക്രൈംബ്രാഞ്ചിന്റെ അതാത് യൂണിറ്റുകൾ അന്വേഷിച്ചാൽ മതിയെന്ന് നിർദ്ദേശം. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം. മരിച്ചത് ബത്തേരി സ്വദേശി രതീഷ്. മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. ഒരാഴ്ചക്കിടെ മരിച്ചത് 3 പേർ. സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവൻ 640 രൂപ കൂടി 79,560 രൂപയായി. ഗ്രാമിന് വില 10,000-നടുത്ത്. സെമസ്റ്റർ ഫീസ് കുത്തനെ ഉയർത്തി തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാല. ബിരുദ വിദ്യാർത്ഥികളുടെ ഫീസ് 12,000-ൽ നിന്ന് 48,000-ആക്കി. PG വിദ്യാർത്ഥികളുടെ ഫീസ് കൂട്ടിയത് 30,000 രൂപയിലധികം. ധനപ്രതിസന്ധി മറികടക്കാനാണ് തീരുമാനമെന്ന് വിശദീകരണം. US ഓപ്പൺ ടെന്നീസ് പുരുഷ ഫൈനലിൽ കാർലോസ് അൽക്കാരസ് യാനിക് സിന്നർ പോരാട്ടം. സെമിയിൽ ഫെലിക്സ് അലിയസിമിയെ പരാജയപ്പെടുത്തി സിന്നർ. ജയം നേരിട്ടുള്ള 3 സെറ്റുകൾക്ക്. ഇരുവരും സീസണിൽ തുടർച്ചയായി ഗ്രാൻഡ് സ്ലാം ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് 3-ാം തവണ.